ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. ശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം. ഇത്രമാത്രം സ്നേഹത്തോടെ, കരുതലോടെ, കാരുണ്യത്തോടെ നമ്മളെ പരിപാലിക്കുന്ന ദൈവം ഇതാ ഈ അൾത്താരയിൽ നമ്മളെ അനുഗ്രഹിക്കുവാനും നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും പാപത്തിൻ്റെ അവസ്ഥകളിലും ഭാരപ്പെടുത്തുന്ന അവസ്ഥകളിലും ചേർത്ത് പിടിക്കുവാനായി ദിവ്യകാരുണ്യമായി അൾത്താരയിൽ ഇതാ സന്നിഹിതനായിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. എല്ലാ സ്തുതിയും പുകഴ്ചയും അതിന് യോഗ്യനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ ഈശോ മാത്രമാണ്. ദൈവത്തിന് നൽകേണ്ടതായിട്ടുള്ള ആരാധനയും സ്തുതിയും പൂർണ്ണമായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. 3 മണി സമയം കർത്താവിൻ്റെ കരുണ ധാരാളമായി മനുഷ്യവംശം മുഴുവനിലേക്കും ഒഴുകുന്ന സമയം. കാൽവരിയുടെ വിരിമാറി 3 ആണികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവസാനത്തുള്ള രക്തം പോലും ചിന്തി നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചവൻ. കാരണം നമ്മളിലാരും നശിച്ചു പോകാൻ പാടില്ല എന്ന ദൈവത്തിൻ്റെ വലിയ നിർബന്ധ ബുദ്ധി. നമ്മളിലാരും നശിച്ചു പോകാൻ പാടില്ല. കാരണം സൃഷ്ടിയുടെ മകുടമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം മനസ്സിൽ ചിന്തിച്ച കാര്യമാണ്, നമ്മളിലാരും നശിച്ചു പോകാൻ പാടില്ല, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹം. അതിന് വേറൊരു വഴിയില്ല. സ്വയം ദൈവം ബലിയായി തീരുകയാണ് കാൽവരിയുടെ വിരിമാറ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അർഹതയില്ലാത്തതാണെങ്കിലും ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് നമ്മളെ ഈ ഒരു വലിയ രക്ഷയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് അർഹിക്കപ്പെട്ടത് അല്ല അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കുന്നൊരു കാര്യമാണ്. എല്ലാവരും പരസ്പരം സ്നേഹിക്കപ്പെടണം, എല്ലാവരും എന്നെ പരിഗണിക്കണം, എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കണം, മനസ്സിലാക്കണമെന്നൊക്കെയുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. ആഗ്രഹത്തിൽ പലപ്പോഴും അത് മറ്റുള്ളവരത് ചെയ്തു തരുമ്പോൾ അത് നമ്മളോടുള്ള സ്നേഹമായിട്ട് മാറുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിച്ഛായ നമ്മൾ അവരുടെ പ്രവൃത്തികളിൽ കാണും. അതേസമയത്ത് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് അർഹതയില്ലാതിരുന്നിട്ടും അർഹതയുള്ളവരാക്കി നമ്മളെ മാറ്റിയതാണ് ദൈവത്തിൻ്റെ വലിയ കരുണ. നമ്മുടെ ജീവിതത്തിൽ
ദൈവത്തിൻ്റെ കരുണ ഇത്രമാത്രം നമുക്ക് അർഹിക്കുവാനായിട്ട് യാതൊരു സാധ്യതകളുമില്ല. പക്ഷേ ദൈവം തീരുമാനിച്ചു ഇവൻ അർഹതപ്പെട്ടതിനേക്കാളും ഉപരിയായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കരുണ ചൊരിയും. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതും നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർഹതയില്ലാതിരുന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ പേരാണ് ദൈവകരുണ. ഇന്ന് തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും നമ്മുടെ ബലഹീനതകളിൽ കർത്താവേ നിൻ്റെ വലിയ കാരുണ്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നത് കരുണയുടെ സുവിശേഷം എന്ന പേരിലാണ്. ദൈവത്തിൻ്റെ മനുഷ്യവംശത്തിലുള്ള ദൈവത്തിൻ്റെ കരുണ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സുവിശേഷമാണ് ലൂക്കായുടെ സുവിശേഷം. ദൈവത്തിൻ്റെ മനുഷ്യവംശത്തോട് സ്നേഹമുണ്ട്, മനുഷ്യവംശത്തോട് കരുണയുണ്ട് എന്ന് വളരെ വ്യക്തമായി ഉപമകളിലൂടെ ഈശോയുടെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന സുവിശേഷമാണ് ലൂക്കാ സുവിശേഷം കണ്ടത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകാത്ത, നമ്മൾ ആഴത്തിൽ സ്പർശിച്ച ഒരു ഉപമയാണ്, നല്ല സമറിയാക്കാരൻ്റെ ഉപമ. 10-ാം അധ്യായം 25 മുതലുള്ള വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ നല്ല സമറിയാക്കാരൻ്റെ ആ ഒരു ഉപമ ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവം എത്രമാത്രം കാരുണ്യവാനാണ്, ദൈവം എത്രമാത്രം സ്നേഹസമ്പന്നനാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഉപമയിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരിക. ദൈവം എത്രമാത്രം കരുണയുള്ളവനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ദൈവിക കരുണയുടെ പ്രതിച്ഛായകളായിട്ട് നമ്മുടെ ജീവിതങ്ങളും മാറണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഉപമ പഠിപ്പിച്ചു തരികയാണ്. ഈ ഉപമയുടെ അവസാന ഭാഗത്ത് കള്ളന്മാരാൽ മുറിവേറ്റപ്പെട്ട് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു വ്യക്തി അവൻ്റെ യാത്രയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കള്ളന്മാർ അവൻ്റെ കൂടെ വന്ന് അവനെ ആക്രമിച്ച് അർത്ഥപ്രാണനാക്കി കടന്നു കളഞ്ഞു എന്നാണ്. അതിൻ്റെ അർത്ഥം ജീവനുണ്ടോ? ജീവനുണ്ട്. ജീവൻ പോകാൻ സാധ്യതയുണ്ടോ? അതിന് സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയിൽ വഴിയരികിൽ കിടക്കുന്ന ആ ഒരു വ്യക്തിയെ കടന്നുപോയവരാരും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ നല്ല സമറായൻ ആ വഴി കടന്നു വരുമ്പോൾ സമറിയാക്കാരൻ അവൻ്റെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി എണ്ണയും വീഞ്ഞും ഉപയോഗിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടണം. ദൈവപണ്ഡിതന്മാർ പറഞ്ഞു വരുന്ന ഒരു വലിയ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, വീഞ്ഞും എണ്ണയും ഉപയോഗിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി എന്നത് കൂദാശകളെ സൂചിപ്പിക്കുക. കൂദാശകളിലൂടെ അവൻ്റെ മുറിവുകൾ ഉണക്കി അവരെ സുഖപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം പറഞ്ഞു തരുന്നു. വീണ്ടും സമറിയാക്കാരൻ അവനെ തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിലെത്തിക്കുക. സത്രത്തിലെത്തിച്ചു കഴിയുമ്പോൾ സമറിയാക്കാരൻ പറയുന്ന കാര്യം സത്രം സൂക്ഷിപ്പുകാരനോട് പറയുന്നു, ഇതാ 2 ദനാരി നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. ഇവരാവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുക. ഇനിയും എന്തെങ്കിലും ആകുകയാണെങ്കിൽ, കൂടുതലാവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, 2 ദനാരി തന്നെ ഒരു വലിയ എമൗണ്ടാണ്, ഒരു വലിയ തുക തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും കൊടുത്തിട്ട് ഇനിയും എന്തെങ്കിലും ആകുന്നുണ്ടെങ്കിൽ, ചിലവിന് എന്തെങ്കിലും കൂടുതലാകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം.
അതിൻ്റെ അർത്ഥം 2 ദിനാര കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രം ചികിത്സിച്ചാൽ മതി എന്നല്ല, അതിനേക്കാളും ഉപരിയായിട്ട് അവരെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. യാതൊരു രീതിയിലുള്ള അർഹതയും അവൻ്റെ ജീവിതത്തിൽ, കാരണം സമറിയാക്കാരും യഹൂദനും തമ്മിൽ അത്രമാത്രം ബന്ധശത്രുക്കളാണ്. എന്നിട്ടും പറയുന്ന കാര്യം, 2 ദിനാരി കൊടുത്തതിന് കൂടുതലാവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കി തന്നുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വ്യാഖ്യാനവും വളരെ മനോഹരം തന്നെയാണ്. നല്ല സമറായക്കാരനായി കടന്നു വരുന്നത് ഈശോ തന്നെയാണ്. അത്രമാത്രം മനസ്സലിവോടെ കരുണയോടെ കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കും. മുറിവേറ്റ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്, നമ്മുടെ സഹായം അഭ്യർത്ഥിച്ച് നമ്മുടെ പക്കലേക്ക് വരുന്ന വ്യക്തികളായിരിക്കും, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം. നമ്മുടെ സഹായത്തിനായിട്ട് നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഏതൊരുവനും മൃദുപ്രാണനായി വഴിയിൽ കിടക്കുന്ന ആ ഒരു വ്യക്തിക്ക് സമാനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കാര്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ നല്ല സമറായനെ ഏൽപ്പിച്ചതുപോലെ ഏറ്റവും നല്ല ശുശ്രൂഷ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, കരുണയുടെ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനഭാഗം നമ്മൾ ധ്യാനിച്ച് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കും കൊണ്ടുവരാം, നമ്മുടെ മനസ്സിലേക്കും ചിന്തയിലേക്കും കൊണ്ടുവരാവുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ അർഹത നോക്കിയല്ല, മറിച്ച് അർഹതയില്ലെങ്കിലും ദൈവം കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കും. ജീവിതത്തിൽ ഒത്തിരി വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. മറ്റുള്ളവരോട് കരുണ കാണിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചതിൻ്റെയും സ്നേഹിച്ചതിൻ്റെയും പേരിൽ ഒത്തിരി നൊമ്പരപ്പെടുന്നതും ആകുലപ്പെടുന്നതും വേദനിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്കൊത്തിരിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തിന് കരുണ കാണിക്കണം, ഞാൻ എന്തിന് സ്നേഹിക്കണം, ഞാൻ എന്തിന് മറ്റുള്ളവരെ മനസ്സിലാക്കണം? കാരണം ഞാൻ സ്നേഹിച്ചപ്പോഴൊക്കെ എനിക്ക് നൊമ്പരവും വേദനകളും മാത്രമാണ് ലഭിച്ചത്. അതിനുള്ള ഉത്തരം കൂടിയാണ് കർത്താവ് പറഞ്ഞു തരിക. മകനെ, മകളെ, ഞാൻ നിന്നോട് കരുണ കാണിച്ചു, ഞാൻ നിന്നോട് കരുണ കാണിച്ചത് കൊണ്ട് നീയും അതുപോലെ ചെയ്യുക, നീയും കരുണ കാണിക്കുക. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്നെപ്പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സകല പാപികളെയും കർത്താവിൻ്റെ കരുണയുടെ കടലിൻ്റെ കീഴിൽ കരുണക്കടലിൽ നമുക്ക് പൂർണ്ണമായി കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവെ, നിന്നെ ആരാധിക്കുന്ന മക്കളുടെ മേൽ സമർത്ഥമായ നിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യസ്ഭവനെയും കാര്യസ്ഭവന എല്ലാ ശുശ്രൂഷകളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,